ഡൽഹി സൽത്തനേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്ന ഇൽത്തുമിഷ് രാജാവ് തൻ്റെ മരണശയ്യയിലാണ്. താൻ മരിക്കുന്നതിന് മുൻപ് രാജ്യത്തിന് ഏറ്റവും മികച്ച ഒരു ഭരണാധികാരിയെ നിർദ്ദേശിക്കണമെന്ന് രാജാവിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ആയതിനാൽ തന്നെ രാജാവ് രാജ്യത്തെ മതപണ്ഡിതന്മാരെയും അധികാരവർഗങ്ങളായ നോബിൾസിനെയും തൻ്റെ അടുക്കലേക്ക് വിളിപ്പിക്കുകയാണ്. ശേഷം തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ പേര് അവർക്ക് മുൻപാകെ നിർദ്ദേശിക്കുകയാണ്. ആ പേര് ഇങ്ങനെയായിരുന്നു: റസിയ. അതെ, ഇൽത്തുമിഷ് രാജാവിൻ്റെ മൂത്ത മകളായിരുന്ന സുൽത്താന റസിയ. അന്നത്തെ കാലത്ത് ഒരു സ്ത്രീ അധികാരത്തിൽ വരിക എന്നത് അന്നത്തെ സാമൂഹിക ചട്ടങ്ങൾക്കും ശരിയാ നിയമങ്ങൾക്കും ഇസ്ലാമിക വിധികൾക്കും എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പേര് ഉലമാസിനെയും നോബിൾസിനെയും ഞെട്ടിച്ചു. എന്തൊക്കെയാണെങ്കിലും രാജാവ് പറഞ്ഞതിനാൽ തന്നെ രാജാവ് പറഞ്ഞ ഈ കാര്യം അല്ലെങ്കിൽ ഈ പേര് അവർ എല്ലാവരും അംഗീകരിക്കുകയാണ്. എന്നാൽ രാജാവിൻ്റെ മരണശേഷം കാര്യങ്ങളെല്ലാം തകിടം മറിയുകയാണ്. ഉലമാസും നോബിൾസും രാജാവിൻ്റെ മൂത്ത മകനായ റുക്നുദ്ദീനെ അധികാരത്തിൽ കൊണ്ടുവരികയാണ്. അങ്ങനെ റസിയയ്ക്ക് തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന രാജാധികാരം നഷ്ടപ്പെടുകയാണ്. തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന രാജാധികാരം നഷ്ടപ്പെട്ടെങ്കിലും റസിയ തൻ്റെ അവസരത്തിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസരം വീണ് കിട്ടിയപ്പോൾ തൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് റസിയ അധികാരത്തിൽ വരികയാണ്. എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ഇന്ത്യൻ ഭരണചരിത്രത്തിലെ ഏക മുസ്ലിം വനിതാ ഭരണാധികാരിയായ സുൽത്താന റസിയയുടെ കഥയാണ്. സുൽത്താന റസിയ അധികാരത്തിലേറുന്നത് അന്നത്തെ സാമൂഹിക ചട്ടങ്ങളെയും മതനിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടരാം. സുൽത്താന റസിയ ജനിക്കുന്നത് ശക്തനായ മുഗൾ രാജാവായിരുന്ന ഷംസുദ്ദീൻ ഇൽത്തുമിഷിൻ്റെ മൂത്ത മകളായാണ്. ചെറുപ്പം മുതലേ കുഞ്ഞു റസിയ ഭരണകാര്യങ്ങളിൽ തൽപരയായിരുന്നു. മാത്രമല്ല, കാര്യങ്ങളെ വളരെ ബുദ്ധിപൂർവ്വം സമീപിക്കാനും അവൾ ശ്രമിച്ചിരുന്നു. ഇൽത്തുമിഷ് രാജാവ് വളരെ ശക്തനായ ഒരു രാജാവായിരുന്നെങ്കിലും തൻ്റെ സാമ്രാജ്യം നിലനിർത്താനായി തനിക്ക് ഉത്തരവാദിത്തവും കഴിവുമുള്ള ഒരു പുത്രനില്ലല്ലോ എന്നുള്ളത് രാജാവിനെ വല്ലാതെ അലട്ടിയിരുന്നു. മൂത്ത മകനായ നസറുദ്ദീൻ മഹ്മൂദിൻ്റെ അപ്രതീക്ഷിതമായ മരണമാണ് യഥാർത്ഥത്തിൽ രാജാവിൻ്റെ പദ്ധതികൾ തകിടം മറിച്ചത്. കാരണം നസറുദ്ദീനെയായിരുന്നു രാജാവ് തൻ്റെ പിൻഗാമിയായി ആദ്യം മനസ്സിൽ കൊണ്ട് നടന്നിരുന്നത്. ഉള്ളതിൽ മൂത്ത മകനായ റുക്നുദ്ദീൻ അടക്കമുള്ള തൻ്റെ പുത്രന്മാർ യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലാതെ കൊട്ടാരത്തിൻ്റെ സുഖലോലുപതയിൽ ജീവിക്കുന്നത് രാജാവിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് രാജാവ് ഗ്വാളിയോർ എന്ന പ്രദേശം ആക്രമിക്കാനായി ഡൽഹിയിൽ നിന്ന് പോകുന്നത്. താൻ ഡൽഹിയിലില്ലാത്ത സമയത്ത് ഭരണം ആരെ ഏൽപ്പിക്കണമെന്നത് രാജാവിനെ വലിയ ആശയക്കുഴപ്പത്തിലാക്കി. ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ആൺമക്കൾ മദ്യത്തിൻ്റെയും സുഖലോലുപതയുടെയും പുറകെയാണ്. ഈ സമയത്താണ് രാജാവ് തൻ്റെ മൂത്ത മകളായ സുൽത്താന റസിയെ പറ്റി ഓർക്കുന്നത്. അങ്ങനെ ചരിത്രം മാറ്റിയെഴുതിക്കൊണ്ട് രാജാവ് ഭരണം റസിയെ ഏൽപ്പിക്കുകയാണ്. രാജ്യകാര്യങ്ങളിൽ തൽപരയായിരുന്ന റസിയ ഈ ഉത്തരവാദിത്വം സന്തോഷത്തോടെ ഏറ്റെടുത്തു. എന്നാൽ രാജാവിൻ്റെ ഈ തീരുമാനം മതപണ്ഡിതന്മാർക്കും പ്രഭുക്കൾക്കും തീരെ ദഹിക്കുന്നതായിരുന്നില്ല. രാജാവ് കേൾക്കാത്ത വിധത്തിൽ അവർ പരസ്പരം രാജാവിൻ്റെ തീരുമാനത്തെയും റസിയയുടെ കഴിവിനെയും അടച്ചധിക്ഷേപിച്ചു. പക്ഷേ വിവേകമതിയായിരുന്ന റസിയ രാജ്യത്തിൻ്റെ ഭരണം ഗംഭീരമായി തന്നെ നിർവഹിച്ചു. തങ്ങളുടെ രാജാവിൻ്റെ അഭാവം തെല്ലുപോലും രാജ്യത്തെ ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന ഇൽത്തുമിഷ് രാജാവിനും തൻ്റെ മകൾ റസിയ വളരെ മികച്ച രീതിയിൽ ഭരണം കൈയാളിയെന്ന് മനസ്സിലായി. ഈ സംഭവത്തോടെ തൻ്റെ ആൺമക്കളിലൂടെ നേടാൻ കഴിയാത്ത പലതും തനിക്ക് തൻ്റെ ധീരയും വിവേകമതിയുമായ പുത്രിയിലൂടെ നേടാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ രാജാവ് തൻ്റെ കാലശേഷം ഡൽഹി സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി സുൽത്താന റസിയയെ മനസ്സിൽ കണ്ടു. അധികം വൈകാതെ തന്നെ ഇൽത്തുമിഷ് രാജാവ് രോഗശയ്യയിലാവുകയാണ്.
ഇതോടെ തൻ്റെ പിൻഗാമിയെ നിർദ്ദേശിക്കേണ്ട സമയമായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ രാജാവ് രാജ്യത്തെ മതപണ്ഡിതന്മാരെയും പ്രഭുക്കന്മാരെയും തൻ്റെ അടുക്കലേക്ക് വിളിപ്പിക്കുകയാണ്. രാജാവ് വിളിക്കുന്നുണ്ട് എന്ന സന്ദേശവുമായി ഭൃത്യർ വന്നപ്പോൾ തന്നെ മതപണ്ഡിതന്മാർക്കും പ്രഭുക്കന്മാർക്കും കാര്യം ഏതാണ്ട് പിടികിട്ടി. പക്ഷേ അവർ സിംഹാസനത്തിലേക്ക് പ്രതീക്ഷിച്ചിരുന്ന പേര് രാജാവിൻ്റെ മകനായ റുക്നുദ്ദീൻ എന്നതായിരുന്നു. എന്നാൽ രാജാവ് പറഞ്ഞതാകട്ടെ തൻ്റെ മകളായ സുൽത്താന റസിയുടെ പേരും. ഈ പേര് കേട്ട മതപണ്ഡിതന്മാർക്കും പ്രഭുക്കന്മാർക്കും തങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ മണ്ണൊലിച്ചു പോകുന്നത് പോലെ തോന്നി. എങ്കിലും രാജാവിനെ ഓർത്ത് തങ്ങളുടെ നീരസം പുറത്തു കാണിക്കാതെ അവർ രാജാവിൻ്റെ അഭിപ്രായം അംഗീകരിക്കുകയാണ്. വൈകാതെ തന്നെ രാജാവിൻ്റെ ഈ തീരുമാനം കൊട്ടാരത്തിൽ മുഴുവൻ ഒരു ചർച്ചാ വിഷയമായി മാറി. പണ്ഡിതന്മാർ ഈ തീരുമാനത്തിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് വാചാലരായി. ഇതിനെല്ലാം ഉപരി ഈ വാർത്ത ഒരേ സമയം ഒരാൾക്ക് സന്തോഷവും മറ്റൊരാൾക്ക് ദുഃഖവും നൽകുന്നതായിരുന്നു. സുൽത്താന റസിയ ഈ വാർത്ത കേട്ട് സന്തോഷിച്ചപ്പോൾ റുക്നുദ്ദീൻ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും കൊട്ടാരത്തിൽ കഴിഞ്ഞു. ഈ സമയത്താണ് കൊട്ടാരത്തിലെ മതപണ്ഡിതന്മാരും പ്രഭുക്കളും വിഷമിച്ചിരുന്ന റുക്നുദ്ദീൻ്റെ അടുത്തെത്തുന്നത്. മേശയിൽ നിരത്തിവെച്ചിരുന്ന മദ്യക്കുപ്പികളിൽ ആശ്വാസം തേടിയിരുന്ന റുക്നുദ്ദീൻ തന്നെ കാണാൻ വന്നവരെ തെല്ലമർഷത്തോടെയാണ് നോക്കിക്കണ്ടത്. എന്നാൽ പണ്ഡിതന്മാരിൽ ഒരാൾ എന്തോ ഒരു കാര്യം റുക്നുദ്ദീനോട് രഹസ്യമായി പറഞ്ഞതോടെ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ ഒരു പ്രത്യേക ചിരി വിരിയുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടാണ് കൊട്ടാരം ഉണർന്നത്. തങ്ങളുടെ പ്രിയങ്കരനായ ഇൽത്തുമിഷ് രാജാവ് ഈ ലോകം വിട്ടു പോയിരിക്കുന്നു. സാമ്രാജ്യത്തെ മുഴുവൻ ദുഃഖത്തിൽ ആഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു ഇത്. എന്താണെങ്കിലും പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കേണ്ട സമയമായിരിക്കുന്നു. അങ്ങനെ മതപണ്ഡിതന്മാരും പ്രഭുക്കന്മാരും തങ്ങളുടെ പുതിയ രാജാവിനെ പ്രഖ്യാപിച്ചു. ആ പേര് ഇങ്ങനെയായിരുന്നു: റുക്നുദ്ദീൻ ഫിറൂസ്. ഈ വാർത്ത കേട്ട് റസിയ ഞെട്ടുകയാണ്. ഇതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നും അവൾ തിരിച്ചറിഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കിയ റസിയ തൻ്റെ അവസരത്തിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ റുക്നുദ്ദീൻ പുതിയ രാജാവായി ഭരണം ആരംഭിക്കുകയാണ്. യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ താല്പര്യമില്ലാതെ എന്ന റുക്നുദ്ദീൻ തൻ്റെ രാജപദവി തൻ്റെ സുഖത്തിനായി മാത്രം ഉപയോഗിച്ചു. ഭരണമാകട്ടെ തൻ്റെ അമ്മയായ ഷാ തുർക്കന് വിട്ടുകൊടുത്തു. ഷാ തുർക്കൻ ഒരു ക്രൂരയായ ഭരണാധികാരിയായിരുന്നു. പണ്ട് അവർ കൊട്ടാരത്തിൽ എത്തിപ്പെട്ടത് ഒരു അടിമ സ്ത്രീയായിട്ടായിരുന്നു. പിന്നീടാണ് സുൽത്താൻ്റെ മകന് ജന്മം നൽകുന്നതും അടിമസ്ഥാനം മാറുന്നതുമൊക്കെ. കൊട്ടാരത്തിലെത്തിയ ആദ്യകാലങ്ങളിൽ അടിമയായ ഷാ തുർക്കൻ വളരെയധികം കളിയാക്കലുകളും കഷ്ടപ്പാടുകളും സഹിച്ചിരുന്നു. താൻ സഹിക്കുന്ന ഓരോ ദുരിതങ്ങളും അന്നു മുതലേ കൃത്യമായി തൻ്റെ മനസ്സിൽ കുറിച്ചു വെച്ച ഷാ തുർക്കൻ എങ്ങനെയും ഭരണം തൻ്റെ കയ്യിലാക്കാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. ഈ ആഗ്രഹമാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത്. പക മനസ്സിൽ തിങ്ങി നിറഞ്ഞിരുന്ന ഷാ തുർക്കൻ തൻ്റെ അധികാരം ഉപയോഗിച്ച് ഇൽത്തുമിഷ് രാജാവിൻ്റെ മറ്റു ഭാര്യമാരെയും മക്കളെയുമൊക്കെ വധിക്കുകയും തടവിലാക്കുകയുമൊക്കെ ചെയ്യുകയാണ്. രാജ്യത്തിനു വേണ്ടി കൂടുതലൊന്നും ചെയ്യാതെ തൻ്റെ പക പോക്കാനായി മാത്രം അധികാരം കൈയാളിയിരുന്ന ഷാ തുർക്കനും മദ്യത്തിൻ്റെയും മറ്റ് സുഖലോലുപതയുടെയും പുറകെ പോയിരുന്ന റുക്നുദ്ദീനും ഡൽഹി സാമ്രാജ്യത്തെ നശിപ്പിക്കാൻ തുടങ്ങി. ഈ ദുർഭരണത്തിൽ ജനങ്ങൾ പൊറുതി മുട്ടിയിരുന്നുവെങ്കിലും സിംഹാസനത്തോട് തങ്ങൾക്കുള്ള ബഹുമാനത്തെ പ്രതി ജനങ്ങൾ സംയമനം പാലിച്ചു. ഇതേ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ കൊട്ടാരത്തിലുണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല. അർഹതപ്പെട്ട സിംഹാസനം ചതിയിലൂടെ നഷ്ടപ്പെട്ട മുറിവേറ്റ സിംഹമായ റസിയയായിരുന്നു അത്. റസിയെ അപായപ്പെടുത്താൻ പലപ്പോഴും ഷാ തുർക്കൻ ശ്രമിച്ചിരുന്നുവെങ്കിലും റസിയ ബുദ്ധിപൂർവം അവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടിരുന്നു. അങ്ങനെ ഇരിക്കെ മദ്യപിച്ച് ഉന്മത്തനായ റുക്നുദ്ദീൻ ഒരു ദിവസം കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. രാജാവ് സിംഹാസനത്തിലില്ല എന്ന് മനസ്സിലാക്കിയ റസിയ ഇതാണ് താൻ കാത്തിരുന്ന അവസരമെന്ന് തിരിച്ചറിയുകയാണ്. ശേഷം തൻ്റെ കുതിരപ്പുറത്തേറി രാജ്യത്തിൻ്റെ പ്രധാന നഗരത്തിലേക്ക് പുറപ്പെടുകയാണ്.
അവിടെ എത്തിയ റസിയ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി രാജ്യത്തിൻ്റെ ദുരിതാവസ്ഥ കൂടുതൽ വ്യക്തമായി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ഇൽത്തുമിഷ് രാജാവ് അടുത്ത ഭരണാധികാരിയാക്കാൻ തന്നെയായിരുന്നു മനസ്സിൽ കണ്ടിരുന്നത് എന്ന സത്യം അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. ചതിയിലൂടെയാണ് തനിക്ക് രാജാധികാരം നഷ്ടപ്പെട്ടത് എന്നും അവൾ ജനങ്ങളെ ധരിപ്പിച്ചു. ഇതെല്ലാം മനസ്സിലാക്കിയ ജനങ്ങൾ എന്തിനും തയ്യാറായിരുന്നു. അങ്ങനെ ഈ ജനങ്ങളെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ജനകീയ സൈന്യത്തിൻ്റെ പിൻബലത്തോടെ റസിയ കൊട്ടാരത്തിലെത്തുകയാണ്. ജനങ്ങൾക്ക് മുൻപിൽ കുതിരപ്പുറത്തേറി വരുന്ന റസിയയെ മാത്രമാണ് ഷാ തുർക്കൻ ആദ്യം കണ്ടത്. ആയതിനാൽ തന്നെ തൻ്റെ സൈന്യത്തോട് അവളെ പിടിച്ചുകെട്ടാൻ ഷാ ആജ്ഞാപിച്ചെങ്കിലും റസിയയുടെ പിന്നിൽ അണിനിരന്ന ജനസാഗരത്തെ കണ്ട് അവർ സ്തബ്ധയായി പോവുകയാണ്. ശക്തിയായ പോരാളി കൂടിയായിരുന്ന റസിയ ചുരുങ്ങിയ സമയം കൊണ്ട് കൊട്ടാരം പിടിച്ചെടുക്കുകയും ഷാ തുർക്കനെ തുറങ്കിലടക്കുകയും ചെയ്യുകയാണ്. ശേഷം ഡൽഹിയുടെ ചരിത്രം മാറ്റിയെഴുതിക്കൊണ്ട് ആദ്യമായി ഒരു സ്ത്രീ സുൽത്താന റസിയ സിംഹാസനത്തിൽ രാജ്യത്തിൻ്റെ അധികാരിയായി വരികയാണ്. പ്രഭുക്കന്മാർക്കും മതപണ്ഡിതന്മാർക്കും ഇത് നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. കാരണം സുൽത്താന റസിയ ഒരു ജനകീയ ഭരണാധികാരിയായിരുന്നു. തൻ്റെ മാതാവിനെ തടവിലാക്കിയത് ചോദിക്കാൻ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയ റുക്നുദ്ദീനെ കാത്തിരുന്നത് തൻ്റെ സഹോദരി സുൽത്താന റസിയ ഒരുക്കി വെച്ച മരണമായിരുന്നു. അധികാരത്തിലേറിയ ഉടനെ റസിയ രാജ്യത്തിൻ്റെ വികസനത്തിനും തൻ്റെ സിംഹാസനം ഊട്ടിയുറപ്പിക്കുന്നതിനുമായി പല വിധത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവന്നു. ഒപ്പം തൻ്റെ കൂടെ നിൽക്കുന്ന അധികാരവർഗത്തെയും അവൾ വളർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിച്ചു. ഇതിൻ്റെ ഭാഗമായി ഖ്വാജ മുഹസ്സബുദ്ദീനെ തൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിക്കുന്നത് നമുക്ക് കാണാം. ചട്ടങ്ങൾ മാറ്റിയെഴുതാൻ എന്നും ഇഷ്ടപ്പെട്ടിരുന്ന റസിയ സ്ത്രീയുടെ വസ്ത്രം ഉപേക്ഷിക്കുകയും പുരുഷൻ്റെ വസ്ത്രമെടുത്ത് അണിയുകയും ചെയ്യുന്നുണ്ട്. മതപണ്ഡിതന്മാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല ഇവയൊക്കെ. മാത്രമല്ല ഹിജാബും മറ്റു മതപരമായ വേഷങ്ങളും പൂർണ്ണമായും ബഹിഷ്കരിച്ച് ഒരു രാജാവിനെ പോലെ തന്നെ അധികാരം കൈയാളുന്ന റസിയയാണ് രാജ്യം പിന്നീട് കാണുന്നത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട റസിയ ആനപ്പുറത്തേറി രാജാവിൻ്റെ വേഷത്തിൽ ജനങ്ങളെ ചെന്ന് നേരിട്ട് കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. സ്ത്രീകളെ കൊട്ടാരത്തിലും ഭവനങ്ങളിലും മാത്രം തളച്ചിട്ടിരുന്ന അന്നത്തെ കാലത്ത് റസിയയുടെ ഈ ധീരമായ തീരുമാനങ്ങൾ വിപ്ലവകരമായവയായിരുന്നു. ഒരു വശത്ത് വിപ്ലവകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോഴും ചിഹൽഗനി പ്രഭുക്കന്മാരും മതപണ്ഡിതന്മാരും റസിയയ്ക്കെതിരെ അവൾ അറിയാതെ കരുക്കൾ നീക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും വിമത കലാപങ്ങളുടെ രൂപത്തിൽ പലരും റസിയയ്ക്കെതിരെ തിരിഞ്ഞെങ്കിലും അവർക്കൊന്നും റസിയയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഓരോ വിജയവും റസിയയുടെ നിശ്ചയദാർഢ്യം വർദ്ധിപ്പിച്ചു. ഇതേ സമയം ആക്രമണങ്ങൾ ഒന്നും വിലപ്പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാരും പ്രഭുക്കന്മാരും റസിയയ്ക്കുള്ള വമ്പിച്ച ജനപിന്തുണ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ഗൂഢാലോചന നടത്തി. അങ്ങനെ ഇരിക്കെയാണ് ആഫ്രിക്കൻ അടിമയായ മാലിക് യാക്കൂത്ത് എന്ന വ്യക്തിക്ക് സൈനിക പദവി നൽകി യാക്കൂത്തിനെ തന്നോട് കൂറുള്ളവനാക്കി റസിയ മാറ്റുന്നത്. ഈ സംഭവം ഒരു അവസരമായി കണ്ട ചിഹൽഗനി പ്രഭുക്കന്മാരും മതപണ്ഡിതന്മാരും റസിയയെയും അടിമയായ യാക്കൂത്തിനെയും കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ സുൽത്താന റസിയ യാക്കൂത്തിനോടൊപ്പം കൊട്ടാരത്തിന് പുറത്തുകൂടെ നടക്കുകയായിരുന്നു. ഈ അവസരത്തിൽ ഒരു വലിയ കുതിരയുടെ പുറത്ത് ഒറ്റയ്ക്ക് കയറാൻ ശ്രമിച്ച റസിയയ്ക്ക് അത് സാധിച്ചില്ല. തുടർന്ന് യാക്കൂത്ത് തൻ്റെ തോളത്ത് ചവിട്ടി കയറാൻ റസിയയോട് അപേക്ഷിക്കുകയും റസിയ അങ്ങനെ കുതിരപ്പുറത്ത് കയറുകയും ചെയ്യുകയാണ്. ഈ സംഭവം വലിയ രീതിയിലുള്ള ഒരു അപവാദമായാണ് പ്രഭുക്കന്മാരും പണ്ഡിതന്മാരും ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നത്. ഡൽഹി സാമ്രാജ്യത്തിൻ്റെ ധീര ഭരണാധികാരിയും ആഫ്രിക്കൻ അടിമയും തമ്മിൽ വഴിവിട്ട ബന്ധമാണ് ഉള്ളത് എന്ന ആരോപണം വളരെ വിജയകരമായി തന്നെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ ചിഹൽഗനി പ്രഭുക്കന്മാർക്കും മതപണ്ഡിതന്മാർക്കും സാധിച്ചു. ഇത് വിശ്വസിച്ച ജനങ്ങൾ പതുക്കെ പതുക്കെ സുൽത്താന റസിയയെ തങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ തുടങ്ങി. എന്നാൽ ജനങ്ങളിൽ അതീവ വിശ്വാസമുണ്ടായിരുന്ന റസിയ
ഇതൊന്നും വലിയ കാര്യമാക്കിയില്ല. റസിയ ലാഹോറിലേക്കും മറ്റും തൻ്റെ പടയോട്ടങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. ജനങ്ങൾ തങ്ങളുടെ വരുതിയിലാണെന്ന് മനസ്സിലാക്കിയ ചിഹൽഗനി പ്രഭുക്കന്മാരും മതപണ്ഡിതന്മാരും കൂടി റസിയയ്ക്കെതിരെ ഒരു വലിയ കലാപം നടത്താൻ പദ്ധതിയിട്ടു. എന്നാൽ ഈ കലാപം ഡൽഹിയിൽ നിന്ന് തുടങ്ങുന്നത് ബുദ്ധിയല്ല എന്ന് കൃത്യമായി അറിയാവുന്ന പ്രഭുക്കന്മാർ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗമായ ഭട്ടിൻഡയിൽ നിന്നും കലാപം തുടങ്ങാമെന്ന് തീരുമാനിച്ചു. ഇവർ നോർത്ത് വെസ്റ്റേൺ ഭാഗം തിരഞ്ഞെടുക്കാൻ കാരണം ഒരു സിംഹം സ്വന്തം കാട്ടിൽ എത്ര ഒറ്റപ്പെട്ടാലും അവൻ എന്നും ആ കാട്ടിലെ രാജാവ് തന്നെ ആയിരിക്കുമെന്നുള്ള തിരിച്ചറിവായിരുന്നു. എന്താണെങ്കിലും ചിഹൽഗനി പ്രഭുക്കന്മാർ ഈ കലാപത്തിന് നേതൃത്വം കൊടുക്കാൻ തിരഞ്ഞെടുത്തത് തങ്ങളുടെ തന്നെ വർഗത്തിൽപ്പെട്ട അൽത്തൂനിയ എന്ന വ്യക്തിയെയായിരുന്നു. അൽത്തൂനിയയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ടായിരുന്നു. അൽത്തൂനിയ സുൽത്താന റസിയയുടെ പഴയകാല സുഹൃത്തായിരുന്നു. ഇക്കാരണത്താൽ തന്നെ റസിയയുടെ സ്വഭാവം ഏറ്റവും നന്നായി അറിയാവുന്നതും ഇദ്ദേഹത്തിനായിരുന്നു. അങ്ങനെ അൽത്തൂനിയയുടെ നേതൃത്വത്തിൽ ഭട്ടിൻഡയിൽ നിന്നും ശക്തമായ യുദ്ധം ആരംഭിച്ചു. ധീരതയ്ക്ക് ഒട്ടും കുറവില്ലാതിരുന്ന സുൽത്താന റസിയ ഉടനടി തൻ്റെ സൈന്യവുമായി സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഇതെല്ലാം കണ്ടുകൊണ്ട് തങ്ങൾ വെച്ച കെണിയിൽ റസിയ വീണിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ പ്രഭുക്കന്മാർ ഉള്ളിൽ ചതിയുടെ ചിരിയുമായി കൊട്ടാരത്തിൽ തന്നെ നിന്നു. അത്യന്തം ചൂടുള്ള കാലാവസ്ഥയിൽ ഭട്ടിൻഡയിൽ എത്തിച്ചേർന്ന റസിയയുടെ സൈന്യം പകുതി തളർന്നിരുന്നു. അതേസമയം അൽത്തൂനിയയും സൈന്യവും തങ്ങളുടെ എതിരാളികളെ കാത്ത് യുദ്ധഭൂമിയിൽ നിൽപ്പുണ്ടായിരുന്നു. സ്ഥലത്തെത്തിയ ഉടൻ റസിയ തൻ്റെ സൈന്യത്തോട് ആക്രമിക്കാൻ ആജ്ഞാപിച്ചു. എന്നാൽ റസിയയുടെ പദ്ധതികൾ തകിടം മറിച്ചുകൊണ്ട് അവളുടെ പകുതി സൈന്യം നിസ്സംഗരായി നിന്നു. പ്രഭുക്കന്മാരുടെ ചതിയുടെ ഫലമായിരുന്നു ഈ നിസ്സംഗത. തൻ്റെ സൈന്യത്തിൻ്റെ ചതി മനസ്സിലാക്കിയിട്ടും റസിയ മുന്നിൽ നിന്ന് യുദ്ധം നയിച്ചു. അങ്ങനെ യുദ്ധം അതിൻ്റെ പാരമ്യത്തിലെത്തി. റസിയ തൻ്റെ മുന്നിൽ വന്ന അൽത്തൂനിയയുടെ സൈന്യത്തെ കാലപുരിക്ക് അയച്ചുകൊണ്ടേയിരുന്നു. യാക്കൂത്തും യുദ്ധത്തിൽ ഒട്ടും പുറകിലായിരുന്നില്ല. എന്നാൽ അൽത്തൂനിയയും ശക്തനായ ഒരു യോദ്ധാവായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. യുദ്ധത്തിൽ റസിയയുടെ വലങ്കയായിരുന്ന യാക്കൂത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നു. തൻ്റെ വിശ്വസ്തൻ്റെ അപ്രതീക്ഷിത മരണം റസിയയെ മാനസികമായി തളർത്തിക്കളഞ്ഞു. ഈ അവസരം മുതലാക്കിയ അൽത്തൂനിയ റസിയയെയും പരാജയപ്പെടുത്തുകയാണ്. അങ്ങനെ ശത്രുവിൻ്റെ മുൻപിൽ ആ ധീരയായ വനിത ആയുധം വെച്ച് കീഴടങ്ങി. അങ്ങനെ ഡൽഹിയുടെ സുൽത്താൻ റസിയ അൽത്തൂനിയയുടെ ഒരു ബന്ദിയായി മാറി. റസിയ ബന്ദിയായി എന്ന് മനസ്സിലാക്കിയ പ്രഭുക്കന്മാർ ഇൽത്തുമിഷ് രാജാവിൻ്റെ മറ്റൊരു മകനായ മുയിസുദ്ദീൻ ബഹ്റാമിനെ ഡൽഹിയുടെ പുതിയ സുൽത്താനായി നിയമിച്ചു. പക്ഷേ കാര്യങ്ങൾ അവിടം കൊണ്ട് അവസാനിച്ചിരുന്നില്ല. റസിയയുടെ കണ്ണിലെ കനൽ ആ തടവറയിൽ വെച്ച് ആളി കത്തിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ തൻ്റെ ജീവൻ പണയം വെച്ച് റസിയയെ തോൽപ്പിച്ചിട്ടും യാതൊരു അധികാരവും കിട്ടാത്ത അൽത്തൂനിയയുടെ മനസ്സ് വെന്തു നീറുകയായിരുന്നു. ഇത് കൃത്യമായി മനസ്സിലാക്കിയ റസിയ തന്നെ തടവറയിൽ സന്ദർശിക്കാനെത്തിയ അൽത്തൂനിയയുമായി ഒരു നല്ല ബന്ധം ഉണ്ടാക്കുകയാണ്. ഈ ബന്ധം പതുക്കെ ഒരു പ്രണയത്തിലേക്ക് വഴിമാറി. വൈകാതെ അൽത്തൂനിയയും റസിയയും വിവാഹിതരായി. ഈ വാർത്ത അധികം വൈകാതെ തന്നെ ഡൽഹിയിലെത്തുകയാണ്. അപകടം മണത്ത പ്രഭുക്കന്മാരും മതപണ്ഡിതന്മാരും രാജ്യത്തെ സൈന്യത്തെ എന്തിനേയും നേരിടാൻ തയ്യാറെടുപ്പിക്കുകയും ചെയ്യുകയാണ്. ഇതേ സമയം അൽത്തൂനിയയും റസിയയും നഷ്ടപ്പെട്ടു പോയ അധികാരം വീണ്ടെടുക്കാനായി സൈന്യത്തെ പുനർനിർമ്മിക്കുകയായിരുന്നു. ഒടുവിൽ തങ്ങളുടെ നിലവിലുള്ള സൈന്യത്തോടൊപ്പം ഘോഗർമാരെയും ജാട്ടുകളെയും രജപുത്രരെയും കൂട്ടിച്ചേർത്ത് അത്ര ചെറുതല്ലാത്ത തങ്ങളുടെ സൈന്യവുമായി അവർ ഡൽഹിയിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ ഡൽഹിയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങിക്കേട്ടു. റസിയയുടെയും അൽത്തൂനിയയുടെയും വരവ് പ്രതീക്ഷിച്ചിരുന്ന പ്രഭുക്കന്മാർ യുദ്ധത്തിന് സർവസജ്ജരായിരുന്നു. പക്ഷേ ഇനിയൊന്നും നഷ്ടപ്പെടാനില്ലായിരുന്ന രണ്ട് പോരാളികളുടെ പോരാട്ട വീര്യത്തിന് മുൻപിൽ അത്ര എളുപ്പത്തിൽ വിജയിക്കാൻ പ്രഭുക്കന്മാരുടെ സൈന്യത്തിന് കഴിഞ്ഞില്ല. ജയിച്ചാൽ സിംഹാസനം,
തോറ്റാൽ മരണം. ഈ ചിന്തയുമായി എത്തിയ റസിയയ്ക്കും അൽത്തൂനിയയ്ക്കും മികച്ച രീതിയിൽ യുദ്ധം ചെയ്യാൻ കഴിഞ്ഞു. റസിയയുടെ പോരാട്ടം പ്രഭുക്കന്മാരെ വരെ അത്ഭുതപ്പെടുത്തി. റസിയയുടെ വാൾക്കരുത്തിനും കുതിരയോട്ടത്തിനും മുന്നിൽ ഈ കണ്ട ശക്തരായ ഡൽഹിയുടെ പുരുഷ സൈന്യാധിപർക്ക് പോലും പിടിച്ചു നിൽക്കാനാകാത്ത ദുരവസ്ഥ. രക്തം കണ്ട് കൊതി തീരാത്ത അവളുടെ വാൾ ശത്രുവിൻ്റെ തല കൊയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ ഡൽഹി സാമ്രാജ്യത്തിൻ്റെ ശക്തമായ എണ്ണത്തിൽ കൂടുതലുള്ള സൈന്യത്തെ എത്ര വലിയ പോരാളിക്കും പൂർണ്ണമായി കീഴടക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. സമയം പിന്നിടും തോറും റസിയയുടെയും അൽത്തൂനിയയുടെയും സൈന്യം തളരുകയും തോറ്റ് പിൻവാങ്ങുകയും ചെയ്തു. ഒടുവിൽ ധീരമായി പോരാടിക്കൊണ്ടിരുന്ന റസിയയും അൽത്തൂനിയയും തങ്ങളുടെ സൈന്യത്തിൻ്റെ പതനം കണ്ട് നിസ്സഹായരായി നിന്നു. അങ്ങനെ റസിയയും അൽത്തൂനിയയും യുദ്ധക്കളത്തിൽ ഒറ്റപ്പെട്ടു. തങ്ങൾക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ റസിയയും അൽത്തൂനിയയും സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലായി. ഒടുവിൽ തങ്ങളുടെ സർവ്വശക്തിയുമെടുത്ത് കുതിരയോട്ട മികവിൽ കൊട്ടാരത്തിന് പുറത്തെത്തിയ റസിയയും അൽത്തൂനിയയും കൈത്തലിലെത്തുകയും അവിടെ ഒളിച്ചു പാർക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഡൽഹി സൈന്യത്തിൻ്റെ വാൾമുനയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും വിധി അവർക്ക് കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു. അന്ന് രാത്രി ഇവർ അഭയം തേടിയ സ്ഥലത്തുകൂടി കടന്നുപോയ കവർച്ചക്കാർ യുദ്ധത്തിന് ശേഷം തളർന്നുറങ്ങുകയായിരുന്ന ഈ ദമ്പതികളെ ആളറിയാതെ വധിച്ചതിനു ശേഷം അവരുടെ ആഭരണങ്ങൾ കൈക്കലാക്കുകയാണ്. പിറ്റേ ദിവസമായപ്പോഴേക്കും തങ്ങളുടെ മുൻ അധികാരി സുൽത്താന റസിയ കൊല്ലപ്പെട്ടു എന്ന വാർത്ത രാജ്യത്താകമാനം കാട്ടുതീ പോലെ പടർന്നു. അങ്ങനെ മതനിയമങ്ങളെയും മറ്റ് സാമൂഹ്യ ചട്ടക്കൂടുകളെയും കാറ്റിൽ പറത്തിയ വിപ്ലവ നായിക ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്ത്യൻ ഭരണചരിത്രത്തിലെ ഏക മുസ്ലിം വനിതാ ഭരണാധികാരിയായിരുന്ന സുൽത്താന റസിയയുടെ ശവകുടീരം ഡൽഹിയിലെ തുർക്കുമാൻ ഗേറ്റിനടുത്തുള്ള മൊഹല്ല ബുൾബുലി ഖാനയിൽ ഇന്നും സ്ഥിതി ചെയ്യുന്നു.